പിന്നെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷർഫലി എന്തായി. ഷർഫലി എന്തായിന്ന് വെച്ചാൽ ഷർഫലിൻ്റെ പണിയിൽ അവന് ദുബായിലാണ്. അവൻ്റെ പണി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചോന്ന് ഞാൻ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമേർ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പം വീണ്ടും അവനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി ഇവിടെ അങ്ങണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയത്. എൻ്റെ കാര്യത്തിലേക്ക് എടുത്തിട്ടാ ഫുൾ വിവാദങ്ങളാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം റിയലി നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയാണ്ടിരിക്കുന്നില്ല. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തായാലും പറയും. നിങ്ങളായിട്ട് ഓരോ നെഗറ്റീവ്സ് കമൻസിന് എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കിറുക്ക് പിടിച്ച പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളുണ്ട്. അവർ എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട്, എന്ത് കാണിച്ചാലും അല്ല, എന്ത് നമ്മൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ വന്നിട്ട് നീ അങ്ങനെയല്ലേ, ഇനി ഇങ്ങനെയല്ലേ, നീ അങ്ങനെ നടക്കല്ലേ, നീ ഇങ്ങനെ നടക്കല്ലേ. യൂട്യൂബിൽ പല നല്ല കാര്യങ്ങൾ ചെയ്താലും ഷാജിദയ്ക്ക് എല്ലാവരും വിമർശനം മാത്രമാണ്. ഷാജിദ അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് യൂട്യൂബിൽ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കല്യാണമൊക്കെ സെറ്റായി അങ്ങോട്ട് കൊണ്ടുവരും. ഈ യൂട്യൂബർമാരെല്ലാവരും കൂടി അതങ്ങ് അലസിപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇനി ഷാജിദ വിവാഹം കഴിക്കത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവുമോ, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. എനിക്കറിയില്ല ഒന്നും. പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ടിരിക്കൊന്നുമില്ല. എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഈ യൂട്യൂബർമാരെല്ലാവരും കൂടി ഷാജിദയുടെ വിവാഹം. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷർഫലി എന്തായി. ഷർഫലി എന്തായിന്ന് വെച്ചാൽ ഷർഫലിൻ്റെ പണിയിൽ അവന് ദുബായിലാണ്. അവൻ്റെ പണി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചോന്ന് ഞാൻ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമേർ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പം വീണ്ടും അവനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി ഇവിടെ അങ്ങണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയത്. പിന്നെ ഷാജിദ പറയുന്നത് എന്താ, ഞാൻ ഷറഫലിയുമായിട്ട് കല്യാണം നടന്നെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എപ്പോഴോ ഞാൻ അറിയാതെ, എൻ്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങ് വീണു പോയതാ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളത്. എന്തായാലും സത്യങ്ങൾ പല രീതിയിൽ അറിയാതെങ്കിലും പുറത്ത് വരുന്നുണ്ട്. ഈ ഷറഫലി ഒട്ടും കരുതിയിട്ടുണ്ടാവില്ല ഈ ഷാജിദ അതൊരു കൊള്ളിയായിട്ട് മാറുമെന്നുള്ളത്. എന്തായാലും അതൊരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അത് അവൻ്റെ പെടലിക്കാൻ ഇങ്ങനെ ഇരിക്കുമെന്ന് അവൻ ഒട്ടും കരുതിയില്ല. എന്തായാലും അവൻ്റെ ഉറപ്പിച്ചു വെച്ച കല്യാണവും പോയി, അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തായാലും അവനുമായിട്ടുള്ള കല്യാണം ഷാജിദയുടെ നടക്കാതിരുന്നത് തന്നെയാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് ആ 5 മക്കളെ ഒരു ഉപ്പയാവാനുള്ള ഒരു ഇതൊന്നും എനിക്ക് കാണുന്നില്ല. ഇപ്പൊ പറഞ്ഞ മനസ്സ് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ പുറമേ കാണുന്ന കാഴ്ച അല്ലായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരിക്കലും അവനൊരു നല്ലൊരു ഉപ്പയായിട്ട് ആ 5 മക്കളെ നോക്കി വളർത്തും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓരോ ദിവസവും പല കല്യാണാലോചനകളും വരുന്നുണ്ടെന്നാണ് ഷാജിദ പറയുന്നത്. ശരിക്കും അതിൽ നല്ലതൊന്ന് തിരഞ്ഞെടുക്കുക. കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ ആ മക്കളെ നോക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. വെറും ഇല്ല പറഞ്ഞ പോലെ അടിച്ചുപൊളിച്ച് മാറി നിൽക്കുന്ന ചെറിയ പയ്യന്മാരെ അല്ല, ഒരു പക്വതയുള്ള ഈ 5 മക്കളെ നോക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ ഷാജിദയ്ക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവുമോ, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്.
എനിക്കറിയില്ല ഒന്നും. പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ടിരിക്കൊന്നുമില്ല. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ഇപ്പോഴും പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട്. ഞാനൊന്നിനും എസ് മൂളാത്തതുകൊണ്ട് അതങ്ങനെ. ഞാനിങ്ങനെ ഒതുങ്ങി ജീവിച്ചാലും എനിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വരുമല്ലോ, പ്രത്യേകിച്ച് ഭർത്താവില്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണാവുമ്പം ഒന്നല്ല ഒരുപാട് വന്നെന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടായാൽ പോലും ഓരോ ആൾക്കാർ പല പല കമന്റ് മറ്റേത് മറിച്ചത് ഒക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ്. അപ്പൊ പിന്നെ ഒരു ഹസ്ബൻഡ് ഇല്ലാത്തൊരു പെണ്ണിനെ അപ്പോൾ ഒരുപാട് പ്രപ്പോസൽസ് ആയാലും ഫേക്ക് ആയാലും നല്ലതായാലും തിരിച്ചറിയാൻ കഴിയാത്ത രീതി ഒരുപാട് വന്നെന്നിരിക്കും. പക്ഷെ അതിലൊന്നും പോയി ചാടിക്കൊടുക്കാതെ നല്ലത് മാത്രം ഒന്ന് നല്ലതുപോലെ ആലോചിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി 5 മക്കളുണ്ട്, ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്നിരിക്കും. അപ്പൊ സൂക്ഷിച്ചും കണ്ടും തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. വിവാഹാലോചന വരുന്നതിൽ അതിൽ കൂടുതലും ഉസ്താദന്മാരും ചെറിയ ചെക്കന്മാരുമാണ്. എന്ത് കണ്ടിട്ടാണോ ഈ ഷാജിദയുടെ പുറകെ ചെറിയ ചെക്കന്മാരൊക്കെ ചെല്ലുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കല്യാണം കഴിക്കാനായിട്ട് എല്ലാവരും നല്ലൊരു ചെറിയ പെൺകുട്ടിയായിരിക്കും സ്വീകരിക്കുന്നത്. ഇതിപ്പോ 5 മക്കളുള്ള ഷാജിദയെ തിരക്കി ഈ ചെറിയ ചെക്കന്മാരൊക്കെ ചെല്ലുന്നത് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ കല്യാണത്തിന് തൽക്കാലം താല്പര്യമില്ല. ഇനി അഥവാ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് അറിയിക്കാമെന്നാണ് പറയുന്നത്. ഈ കല്യാണാലോചനകളൊന്നും കല്യാണം വരെ അതൊന്ന് പബ്ലിക്കിൽ ഇങ്ങനെ കിടന്ന് പൊട്ടുഘോഷിക്കാതിരിക്കുക. അതുകൊണ്ടല്ലേ യൂട്യൂബർമാർ വന്നിരുന്ന് എയറിൽ കയറ്റുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ഷാജിദ ശ്രദ്ധിച്ചാൽ കൊള്ളാം. എൻ്റെ ചിലവും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത്. അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ ആരുടെ നിന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല. അപ്പം അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. ഇനി മുതൽ ഷറഫലി ഞാനായിട്ടൊരു ബന്ധമില്ല. പിന്നെ അവൻ നിൻ്റെ കാമുകനല്ലേ, അവൻ നിൻ്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ, അവൻ ആരോ ആയിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിനെ കൊട്ടി ആഘോഷിച്ച കുറേ ആൾക്കാരുണ്ട്. കൊട്ടി ആഘോഷിച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാർ എന്താ പറയുക, തെറ്റിദ്ധാരണൻ്റെ രൂപത്തിൽ കൊണ്ടെത്തിച്ചതൊക്കെ അവരാണ്. അപ്പം അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. റൌഫിന് കൊടുക്കാനുള്ള ക്യാഷൊക്കെ കൊടുത്ത് തീർക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഷാജിദയ്ക്ക് നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഷറഫലി എന്ന് പറയുന്ന ആള് തലാഖിൽ പോയതിനു ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ എന്ന് തോന്നുന്നു. എന്തായാലും എത്ര നല്ലതാണ് എങ്കിൽ പോലും, നല്ല നല്ല മാറ്റങ്ങളുണ്ട് എങ്കിൽ പോലും കമന്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവ് മാത്രം കേട്ടോ. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ.